ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. 7th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് തുടങ്ങുന്നത്. നമുക്ക് 7th 8th 9th ഇത്രയും നമുക്ക് എന്നാണ്ട് CBSE സിലബസ് നമുക്ക് വീഡിയോസ് വരുന്നുണ്ട്. എല്ലാം ഓരോ പ്ലേലിസ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. സെപ്പറേറ്റ് പ്ലേലിസ്റ്റാണ്. ഓരോ ചാപ്റ്ററും പ്രത്യേകം പ്ലേലിസ്റ്റാണ്. നിങ്ങളത് നോക്കി കണ്ടുപിടിക്കുക. എന്നിട്ടത് എല്ലാം ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് ഷെയർ ചെയ്യണം കേട്ടോ. ഇതുപോലെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല മക്കളെ. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇൻഡിജേഴ്സ് ആണ്. നമുക്ക് അതിന് മുമ്പ് 3 നമ്പേഴ്സ് ഒന്ന് പഠിക്കാം. നാച്ചുറൽ നമ്പേഴ്സ്. എന്താ മക്കളെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ ആയിട്ടുള്ള നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ്, നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 2 3 4. ഇറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ്. മനസ്സിലായോ? ഹോൾ നമ്പേഴ്സ്. നമ്മുടെ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 0യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവരാരായി? ഹോൾ നമ്പേഴ്സായി. മനസ്സിലായോ? നാച്ചുറൽ 0 നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുമോ? ഇല്ല. അപ്പം 0 അതിനകത്ത് വരത്തില്ല, നാച്ചുറൽ നമ്പർ വരത്തില്ല. 0യും നാച്ചുറൽ നമ്പറോടെ ചേരുന്നതാണ് ഹോൾ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഹീറോയാണ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഈ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ, അതായത് -3 -2 -1 ഏത് സംഖ്യകൾ വേണം, നമ്മൾ എഴുതുന്നേ ഉള്ളൂ കേട്ടോ. 0 1 2 3 ഇങ്ങനെ പോകും കേട്ടോ. നാച്ചുറൽ നമ്പറിനോട് 0 ചെയ്താൽ ഹോൾ നമ്പർ ആകും. ഹോൾ നമ്പേഴ്സിനൂടെ നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ ചേർന്നാൽ ഇൻഡിജേഴ്സ് ആകും. ഇനി ഏറ്റവും വലിയ ഇൻഡിജർ ഏതാണെന്ന് അറിയാവോ? സോറി, ഇൻഡിജർ അല്ല, ഏറ്റവും വലിയ നെഗറ്റീവ് നമ്പർ ഏതാണെന്നറിയാവോ? ലാർജ് നെഗറ്റീവ് നമ്പർ -1 ആണ് കേട്ടോ. ഒരിക്കലും -100 ആണെന്നോ -1000 ആണെന്നോ വിചാരിക്കില്ലേ. മൈനസ് സൈൻ വെച്ച് സംഖ്യകൾ വലുതാകുന്നതനുസരിച്ച് വില കുറഞ്ഞു വരും. അപ്പൊ ഏറ്റവും വലിയ നെഗറ്റീവ് നമ്പർ ഏതാണ്? -1 കേട്ടോ. അതൊക്കെ ചിലപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനകത്തൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്കിതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഇൻഡിജേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടികളാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്ലോസർ പ്രോപ്പർട്ടി. ക്ലോസർ പ്രോപ്പർട്ടി എന്താണ് ക്ലോസർ എന്ന് പറഞ്ഞാൽ? ക്ലോസ് ആകുന്നത്. നമുക്ക് ആദ്യം ഹോൾ നമ്പേഴ്സിന്റെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ കേട്ടോ. ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ നോക്കാവേ. ഞാൻ 2 ഹോൾ നമ്പേഴ്സ് എഴുതുക. 2 + 3 ഹോൾ നമ്പർ. 2ഉം 3ഉം ഹോൾ നമ്പേഴ്സ് ആണോ? 2 + 3. അപ്പൊ നമുക്ക് ആൻസർ എന്നാ കിട്ടും? 5. ഇനി 10 + 20 ചെയ്താൽ എന്നാ കിട്ടും? 30. കണ്ടോ, 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ ആൻസറും എന്ത് തന്നെയായിരുന്നു? ഹോൾ നമ്പർ. ഇറ്റ് ഈസ് ക്ലോസർ പ്രോപ്പർട്ടി. മനസ്സിലായോ? അങ്ങനാണെങ്കിൽ നമുക്ക് ഇൻഡിജേഴ്സിന്റെ കേസിൽ, അതായത് ഇപ്പം എയും ബിയും നമ്മൾ 2 ഹോൾ നമ്പേഴ്സ് എഴുതിയാൽ A + B ചെയ്ത് കഴിഞ്ഞാൽ എന്നാ തന്നെ കിട്ടും? ആൻസർ ഒരു ഹോൾ നമ്പർ തന്നെ കിട്ടും. ഇതിന് പറയുന്ന പേരാണ് ക്ലോസർ പ്രോപ്പർട്ടി. ക്ലോസ് ആയെന്ന്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇൻഡിജേഴ്സ് ചെയ്താലോ നമുക്ക്? ഞാൻ കുറച്ചൊന്ന് ചെയ്യാവേ. 17 + 23 -10 + 3 -75 + 18 14 + -25. ആദ്യം ഇത്ര എണ്ണം ചെയ്യാവേ. ഇങ്ങനെ ഒന്ന് മാറട്ടെ, തെളിയുന്നില്ല. ഓക്കെ, ഇവിടെ നോക്കിയേ. 2 + 1 തന്നെ ആഡ് ചെയ്യും അല്ലേ? അപ്പൊ എത്ര കഴിയുമ്പോൾ 10 40. സെയിം അല്ലേ? ഇവിടെ ഒരു പ്ലസ്, ഒരു മൈനസ്. ഒരു പ്ലസും മൈനസും വന്നാൽ എന്നാ ചെയ്യും മക്കളെ? ഒരു പ്ലസും മൈനസും വന്നാല് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ കൊടുക്കണം കേട്ടോ. ഒരു പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ. 2 മൈനസ് വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ. 2 പ്ലസ് വന്നാൽ ആഡ് ചെയ്തിട്ട് പ്ലസ് സൈൻ. മനസ്സിലായോ? ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ടേക്കണം. 2 പ്ലസും 2 മൈനസും വന്നാൽ ചെയ്യേണ്ട കാൽക്കുലേഷൻ അഡീഷൻ. പക്ഷെ സൈൻ പ്ലസ് ആണ് പ്ലസ്, 2 മൈനസ് ആണ് മൈനസ്. പക്ഷേ നമുക്ക് സബ്ട്രാക്ഷൻ ഒറ്റ കേസിൽ മാത്രമേ വരുന്നുള്ളൂ. ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ആരാണോ വലുത് അവരോട് കിടക്കുന്ന സൈൻ കൊടുക്കണം. ഇവിടെ നോക്കി, സബ്ട്രാക്ഷനാണ്. 7 7 ഇതിനകത്ത് 10 അല്ലേ വരുന്നത്? 10 സൈൻ എന്നാ? മൈനസ്. കണ്ടോ? അപ്പൊ ഇതും അതുപോലെ തന്നെയല്ലേ? ഒരു പ്ലസും ഒരു മൈനസും സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര വന്നറിയോ? 57 എന്ന് വന്നേ. വലുത് 75 അല്ലേ? അവരുടെ സൈൻ എന്നാ? മൈനസ്. അത് കൊടുത്തു. ഓക്കെ, ഇനി ഇത് നോക്കാം. 40
ഇവിടെ കണ്ടോ, രണ്ട് സൈൻ അടുപ്പിച്ച് വന്നിരിക്കുന്നു, ഒരു പ്ലസും ഒരു മൈനസും. ഇങ്ങനെ അടുപ്പിച്ച് വന്നാലുണ്ടല്ലോ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൾട്ടിപ്ലൈ ചെയ്യുവാണ്. നോക്കിയേ, ഒരു പ്ലസും ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ മൈനസ് ആയിരിക്കും. രണ്ട് പ്ലസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പ്ലസ് ആയിരിക്കും. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പ്ലസ് ആയിരിക്കും. ഈ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങളിപ്പം ഈ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, അപ്പോൾ കൂടുതലായിട്ട് പ്രശ്നമൊന്നും ആക്കണ്ട, മനസ്സിലായോ? അത്രേ ഉള്ളൂ. പ്ലസ് വന്നാൽ പ്ലസ്, രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ്, ഒരു പ്ലസ് മൈനസും വന്നാൽ മൈനസ് ആയിരിക്കും ആൻസർ. ഇവിടുത്തെ ഒരു പ്ലസും ഒരു മൈനസും അടുപ്പിച്ച് വന്നു, അപ്പോൾ എന്നായിരിക്കും മക്കളെ ആൻസർ? -25. കേട്ടോ? ഇനി ഇവിടെ നോക്ക്, ഇത് പ്ലസ് ഇത് മൈനസ്, എന്തായിരിക്കും? നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യും. എത്ര കിട്ടും ആൻസർ? 6 ആണ്. ഇതിൽ ആരാ വലുത്? 25. അവിടെ സൈൻ കൊടുത്തു, -6. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഈ പ്ലസും മൈനസും നിങ്ങൾ ടെൻഷൻ എടുക്കല്ലേ, പോകെ പോകെ നമ്മൾ ചെയ്തിടങ്ങ് നമ്മൾ പഠിക്കുക കേട്ടോ. ഞാൻ നിങ്ങളെ ശരിയാക്കി തരാം, നിങ്ങൾ ടെൻഷൻ ഒന്നും എടുക്കണ്ട. ഈ പ്ലസും മൈനസും നിങ്ങൾക്ക് ഞാൻ ശരിയാക്കി തന്നാൽ പോരെ. പിന്നെ നിങ്ങൾ ഏത് പാതിരാത്രിക്ക് വിളിച്ചിട്ട് ചോദിച്ചാലും നിങ്ങൾ ആൻസർ പറയും, അതുപോലെ ആക്കിത്തരാം. ഓക്കെ മക്കളെ, നമുക്ക് 2-3 എക്സാമ്പിൾസ് ഒന്ന് ചെയ്തേക്കാം. കണ്ട ഇനി ഓക്കെ, ഇത് നോക്കി, ഇത് 27. ഒരു കാര്യം പറയാൻ മറന്നുപോയി. മുമ്പ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ആൻസർ എന്ത് തന്നെയായിരുന്നു? ഇൻറ്റിജേഴ്സ് ആയിരുന്നു. എല്ലാം ചെയ്തു വന്നപ്പോൾ കിട്ടിയ ആൻസേഴ്സ് ഇൻറ്റിജർ തന്നെയായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. 27 പ്ലസിൻ്റെ മൈനസിൻ്റെ പുറകെ പോയതാണ്. 27 ഒരു പ്ലസ് മൈനസും അടുപ്പിച്ച് വന്നു. പ്ലസ് മൈനസ് അടുപ്പിച്ച് വന്നാൽ എന്നായിരിക്കും? അടുപ്പിച്ച് വന്നാൽ ഇൻറ്റു എന്നാണ് അർത്ഥം. ആൻസർ മൈനസ് ആയിരിക്കും. -27. 27 -27 എന്നാ മക്കളെ? 0. +27 -27. സബ്ട്രാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈൻ ആവശ്യമില്ല. ഇവിടെ -20 0, അത് -20 തന്നെയായിരിക്കും. കാരണം 0 ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നാൽ ഈ സംഖ്യ തന്നെ വരും. ഇവിടെ നോക്കിയേ, -35. ഇവിടെ രണ്ട് ഒരു പ്ലസും മൈനസും അടുപ്പിച്ച് വന്നു. എന്നാ വരും? പ്ലസും മൈനസും അടുപ്പിച്ച് വന്നാൽ -10. രണ്ട് മൈനസ് വന്നു. രണ്ട് മൈനസ് വന്നാൽ നമ്മൾ എന്നാ ചെയ്യും? ആഡ് ചെയ്യും. 45 ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കും. കൊണ്ടോ ഇവിടെ ഒക്കെ ചെയ്തപ്പോഴും ഇതെല്ലാം ഇൻഡിജേഴ്സ് അല്ലേ? 27 -27 -20 0, അതൊക്കെ ഇൻഡിജേഴ്സാ. ഇതെല്ലാം ഇൻഡിജേഴ്സാ. കിട്ടുന്ന ആൻസേഴ്സ് എന്നാ? ഇൻഡിജേഴ്സ്. സോ ഇറ്റ് ഈസ് നമ്മൾ എന്താ പറയും? ക്ലോസ്ഡ് അണ്ടർ. നമ്മൾ ചെയ്ത അഡീഷൻ ആണ്, അഡീഷൻ ആയിരുന്നു ചെയ്ത കേട്ടോ. ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും എന്നറിയാവോ? ഇഫ് എ ആൻഡ് ബി ആർ 2 integers, a plus b എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആയിരിക്കും ആൻസർ. എ പ്ലസ് ബി എന്നതായിരിക്കും? ഇൻഡിജർ ആയിരിക്കും. എയും ബിയും ഇൻഡിജേഴ്സ് ആണെങ്കിൽ ഹോൾ നമ്പേഴ്സ് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. എയും ബിയും ഇൻഡിജേഴ്സ് ആണെങ്കിൽ എയും ബിയും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ആൻസറും എന്നാ തന്നെയായിരിക്കും? ഇൻഡിജർ. അപ്പൊ നമ്മൾ അങ്ങനെ ആൻസർ എഴുതാം. സോ integers are closed under addition. ഉണ്ടോ? ക്ലോസ്ഡ് എന്ന് മറക്കോ? ക്ലോസർ പ്രോപ്പർട്ടി. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്നാണ്? ആഡ് ചെയ്താൽ രണ്ട് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്താൽ ഇൻറ്റിജർ തന്നെ ആൻസർ കിട്ടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്താൽ ഇൻറ്റിജർ തന്നെ ആൻസർ കിട്ടുക. രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ ഹോൾ നമ്പർ തന്നെ ആൻസർ കിട്ടുക. ഇതിനെയാണ് ക്ലോസർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.